ഞാനും കടലിൽ പോകുമ്പോ ഈ ഡീപ് സീലൊക്കെ പോയ സമയത്ത് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇനി എങ്ങാലും അതുണ്ട്. ഉള്ളംകാലം ഇങ്ങനെ വെളുത്തായിട്ട് കാണാൻ നേരത്ത് മീനുകൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുമെന്ന് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പേടിയില്ലാത്ത മീനുകളാണ് ഡീപ് സീലുള്ളത്, മനസ്സിലായോ? അപ്പൊ കുറച്ചു നേരം നമ്മൾ നിൽക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കുള്ളൂ നമ്മുടെ അടുത്തേക്ക് വന്യെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഫോൾസ് കില്ലർ വെയിലിൽ ഒരെണ്ണത്തിനെ വലയെ കിട്ടിയിട്ട് അതിന്റെ പല്ലുകൾ നോക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുടെ കൊടുത്ത പല്ലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കിട്ടിയിട്ട് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറ്റിയപ്പോഴേക്കും അതിന്റെ വായിലായിട്ട് ഇത്രയും വലിയൊരു കൊളുത്ത് ഇരിക്കണം. അങ്ങനെ പാടി തന്നെ തെരണ്ടി നമ്മ വിചാരിക്കണ സൈസ് ഒന്നുമല്ല, വലിയ സൈസുള്ള തെരണ്ടിയൊക്കെ വരും. അപ്പൊ ഇതുങ്ങളെയൊക്കെ ബോട്ടിലേക്ക് പിടിച്ചിടാൻ നേരത്ത് ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മള് ഞെട്ടിപ്പോ അങ്ങോട്ട്. മലമ്പിരി ശംഖ അങ്ങനെയൊന്നും കിട്ടാറില്ല, ഒന്നോ രണ്ടോ തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറുമെന്നാണ് അവര് പറയുന്നത്. ഈ തിമിംഗലത്തിന്റെ ഛർദിയെ പറ്റി എന്താ അതും അതെ. അത് പക്ഷെ ഞാൻ പഠിച്ചോടത്തോളം അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാനും ഒരുപാട് ഒരുപാട് തവണ കടലിൽ പോണല്ലോ. അപ്പൊ എങ്ങാലും ഒരു സമയം ഇത് കണ്ടാല നക്ഷത്രാമ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ ലുട്ടാപ്പിയുടെ കുന്തം കൊടുക്കാനുണ്ടെന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു ഇതാണ് ശരിക്കും നക്ഷത്രാമ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കടൽ അവന് നേരം പോക്കാനുള്ള, ലിഷർ ടൈം ആസ്വദിക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു വാസ്റ്റ് പ്ലേസ് മാത്രമാണ്. എന്നാൽ കടലിൻ്റെ ഓരത്ത് ജീവിക്കുന്നവർക്ക് അതങ്ങനെയല്ല. അതവർക്ക് ഉപജീവനമാണ്, അതവരുടെ ജീവനാഡിയാണ്, വാസസ്ഥലമാണ്. കടലിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള വ്ളോഗ്സ് ചെയ്യുന്ന കടൽ മാക്രിയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയിൽ ഒരു അഭിമുഖത്തിൽ. നമസ്കാരം. ഹായ്, നമസ്കാരം. ഈ കടല് ഞങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ മൈൻഡ് ഓക്കെ അല്ല, കടലിൽ പോവാം, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് കടലിൽ പോവാം. അതാണ് ജസ്റ്റ് ഒരു വിസിറ്റിംഗ് പ്ലേസ് മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന് ഭയങ്കര ഇമോഷണലി ആയിട്ട് അടുപ്പമുള്ളതായിട്ടാണ് തോന്നുന്നത്. അതാണല്ലോ പലപ്പോഴും ഈ കടലമ്മ എന്നാണല്ലോ കടലിനെ ചേർത്ത് വിളിക്കുന്നത്. എത്രമാത്രം ഇമോഷണലി വൈകാരികമായിട്ട് അറ്റാച്ച്ഡ് ആണ് കടലുമായിട്ട് എഡ്വിൻ? കടലെന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും എന്താ പറയാ, എന്ത് വിഷമം വന്നാലും ഇപ്പൊ ചില സിനിമയിലൊക്കെ പറയുന്നത് തെര ഈ മുകളിലേക്ക് ഈ തെര നോക്കിയത് എന്താണ് നിങ്ങൾക്ക് കിട്ടണെന്നൊക്കെ ചോദിക്കും. പക്ഷേ കടലിലേക്ക് ചെല്ലാൻ നേരത്തൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്, പിന്നെ അതുപോലെ തന്നെ വല്ലാത്തൊരു അതെന്താ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല, വല്ലാത്തൊരു അടുപ്പമാണ് കടലായിട്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന് ഇപ്പൊ ഇഷ്ടംപോലെ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഷിങ്ങും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയും ഒരുപാട് കാഴ്ചകൾ കടലെവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി നല്ല കിടിലം കാഴ്ചകൾ നമ്മ കാണിച്ചിരിക്കും. ഇതിലും ഇപ്പോഴും ഗവേഷകർ പറയുന്നത് കടലിന്റെ ആകെ 20% മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. ഇനിയും 80% അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ടെറിട്ടറി ആയിട്ട് കടലിൻ്റെതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും നിങ്ങളെ പോലുള്ള വ്ളോഗേഴ്സ് ആണ് കടലിന്റെ ഉള്ളിലത്തെ നമ്മൾ കാണാത്ത ജീവികളെ, മത്സ്യങ്ങളെ ഒക്കെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ അവരെ കൂടുതൽ എക്സ്പോസ് ചെയ്യുമ്പോഴേ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു കൗതുകം ഉണ്ടാക്കിയിട്ട് അവരുടെ ജീവിതത്തിന് ഒരു പ്രശ്നമാവോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എഡ്വിൻ? ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പലരും എൻ്റെ അടുത്ത് അതായത് മെസ്സേജ് അയച്ചതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കരയിലുള്ള തന്നെ പല ജീവികളും വേറൊരു പേരിൽ കടലിലുണ്ട്. ഇപ്പൊ തവള, അതുപോലെ തന്നെ പഫർ ഫിഷ്, മുള്ളം പന്നി, അങ്ങനെ പല പേരിൽ കടലിലുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ മത്സ്യകന്യകരെ കണ്ടിട്ടുണ്ടാന്നൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാം അതൊരു മിത്താണല്ലോ ശരിക്കും. അങ്ങനെ ഉണ്ട്, അത് തെളിയിച്ചതായിട്ടൊന്നും നമുക്കറിയില്ല. ശരിക്കും അതൊരു കെട്ടുകഥ പോലെയാണ് നമ്മളിങ്ങനെ കേട്ടേക്കണത്. അപ്പൊ ഞാനും കടലിൽ പോകുമ്പോ ഈ ഡീപ് സീലൊക്കെ പോയ സമയത്ത് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇനി എങ്ങാലും അതുണ്ട്. കാരണം ഇത്രയും വിസ്തീർണമായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ല, 4 സൈഡ് നോക്കിക്കഴിഞ്ഞാലും വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇൻ കേസ് ഇത് സംഭവമൊക്കെ ഉണ്ടാ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 70% ചേട്ടൻ പറഞ്ഞ പോലെ കടലിൽ ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തോരാണ് എന്തൊക്കെയാണ് അതിന്റെ നിഗൂഢതകൾ. കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം അതിന്റെ ആ ഒരു സമ്മർദ്ദം തന്നെയാണ്. ആ ഒരു ഓവറായിട്ടുള്ള പ്രഷർ കാരണം നമുക്ക് അടിയിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റാത്തത്. നമ്മൾ കണ്ടുപിടിക്കാത്ത ഇഷ്ടംപോലെ സംഭവങ്ങൾ കടലിലുണ്ട്. ഇപ്പോഴും ഈ കടലിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് ഫാന്റസീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മത്സ്യകന്യക,
അല്ലെങ്കിൽ ഏകദേശം 100,000-ഓളം പല്ലുകൾ ഇങ്ങനെ സ്റ്റെയർ കേസ് പോലെ നിരന്നിറങ്ങി വരുന്ന വലിയ നീരാളി, അങ്ങനെ ഒരുപാട് ഇപ്പോൾ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഫാന്റസികളുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ കടലിലുണ്ടോ എന്നുള്ളത് ചോദിക്കുക സാധാരണഗതിയിൽ? പലരും ചോദിച്ചേക്കണത് നമുക്ക് ഈ പറഞ്ഞ കൂടുതലായിട്ട് അന്വേഷണം വന്നേക്കണത് നമ്മുടെ ഈ പണ്ടത്തെ ഈ മെഗലോഡോൺ എന്ന് പറയുന്ന ഒരു സ്രാവ് ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ വെള്ളത്തിൽ ചാടാൻ നേരത്ത് സ്രാവ് വന്ന് കടിക്കാറുണ്ടോ. ഇപ്പൊ നമ്മ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പങ്കയില് വല കുടുംബയൊക്കെ കടലിൽ ചാടും. കടലിൽ ചാടാൻ നേരത്ത് നമ്മുടെ അണ്ണന്മാരൊക്കെയാണ് കൂടുതലും ചാടുന്നത്, മലയാളികൾ പൊതുവെ ചാടല് കുറവാണ്. അപ്പൊ ഈ ഉള്ളംകാല് തിളങ്ങാൻ നേരത്ത് അടിയിൽ അത്രയും ക്ലിയർ ആയിരിക്കുമല്ല, ഉള്ളംകാല് ഇങ്ങനെ വെളുത്തായിട്ട് കാണാൻ നേരത്ത് മീനുകൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുമെന്ന് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അവരടിയിൽ ഗ്രീസ് വരട്ടിയിട്ടാണ് കടലിലേക്ക് ചാടുന്നത്. അടിയിൽ ഇങ്ങനെ തിളങ്ങാതിരിക്കാൻ, റിഫ്ലക്ഷൻ വരാതിരിക്കാൻ. ചിലവര് സോക്സ് ഇട്ടിറങ്ങും. അപ്പൊ ഇങ്ങനെ ഡീപ് സീലെ കാര്യം കൊണ്ട് പറയുന്നത്, ഡീപ് സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറി പിടിച്ച മീനുകളായിരിക്കുള്ളൂ. ഒരു കുപ്പി നമ്മ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാല് കുറച്ചു നേരത്തിനുള്ളിൽ കുറെ മൊളിസ്റ്റുകൾ, അതായത് ഈ പായൽ പോലത്തെ സംഭവങ്ങൾ വന്ന് അതിനകത്ത് പിടിച്ച് അതിന് ചുറ്റും മീനായിരിക്കുള്ളൂ. അപ്പൊ അതുപോലെ നമ്മ ഒന്ന് വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ പേടിയില്ലാത്ത മീനുകളാണ് ഡീപ് സീലുള്ളത്, മനസ്സിലായോ? അപ്പൊ കുറച്ചു നേരം നമ്മൾ നിൽക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളായിരിക്കുള്ളൂ നമ്മുടെ അടുത്തേക്ക് വന്നേന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഡീപ് സീല് പങ്കയില് എപ്പോഴും ഒട്ടുമിക്ക സമയങ്ങളിൽ നമ്മുടെ ഈ പുഴയിലൊക്കെ ഉള്ള പോലെ നമുക്ക് വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതേസമയം നമ്മൾ കടലിൽ ചെന്നിട്ടാണ് മുങ്ങണേന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ അടി മൊത്തം നമുക്ക് കണ്ണാടി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രക്ക് പ്യൂർ ആയിരിക്കുള്ളൂ ആ കടലിലെ ഉൾക്കടലിലെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് പങ്കേല എന്തെങ്കിലുമൊക്കെ ചെത്താനുണ്ടെങ്കിൽ നമ്മ ഈ കടലിൽ വെച്ചൊന്നും ഈ പുഴയിൽ വെച്ചൊന്നും ചെയ്യില്ല, നേരെ പോയിട്ട് കടലിൽ ചെന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ തിമ്മിങ്കലമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയാ അബദ്ധധാരണകളും ഒരുപാട് വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിമ്മിങ്കലത്തിന്റെ ഛർദിക്ക് ഒരുപാട് വിലയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഈ കടലിലുള്ള ഇപ്പൊ തിമ്മിങ്കലം മാത്രമല്ല, തിമ്മിങ്കലം, വലംപിരിശങ്ക്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഈ തിമ്മിങ്കലങ്ങളുടെ ഒരു സൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ 96 എന്നുള്ള പാട്ടിൽ അതുണ്ട്. കാതലെ കാതലയിലെ തുടക്കം ഒരു തിമ്മിങ്കലത്തിന്റെ സൗണ്ടാണ്. തിമ്മിങ്കലവും കിളികളും തമ്മിലുള്ള ഒരു പ്രണയമാണല്ലോ, അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ അതിൻ്റെത്. ഈ തിമ്മിങ്കലങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ? അത് നേരിട്ട് കണ്ടിട്ടില്ലേ? അത് നമ്മള് വെയിൽസ്, നമ്മുടെ ഈ ഫോൾസ് കില്ലർ വെയിൽ എന്ന് പറയുന്ന വെയിൽസ് ഉണ്ട്. അത് ഞങ്ങൾ ഡീപ് സീയിലേക്ക് ഇതുപോലെ ഒരു തവണ ഓടിപ്പോണ സമയത്ത് ഞങ്ങളുടെ ബോട്ടിന്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾഫിൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പൊ അണ്ണന്മാരാണല്ലോ ആ ബോട്ടിൽ നിറച്ചുള്ളത്, ആ മലയാളിയായിട്ടാകെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു കണ്ടാവോങ്കൾ കണ്ടാവോങ്കൾ എന്ന് പറഞ്ഞു. തമിഴന്മാര് ഡോൾഫിനാണ് ഈ ഓങ്കൾ എന്ന് പറയുന്നത്. കണ്ടാവോങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി നീന്തിക്കൊണ്ടിരിക്കണ ഡോൾഫിനാണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഈ സാധനത്തിനെ കണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോ എനിക്കും മനസ്സിലായില്ല. ഏകദേശം ഒരെണ്ണം 10-250 കിലോളം ഭാരം എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ വെയിറ്റ്. അത് ബോട്ടിന്റെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേവ് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണവര്. അപ്പൊ ഈ സാധനത്തിനെ കണ്ട് നമ്മ കരയിൽ വന്ന് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയണവര് ഓൾറെഡി കമന്റ് ചെയ്യണതിനകത്ത് ഇത് ഫോൾസ് കില്ലർ വെയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. അതേ ഈ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത്രയും വലിയ സാധനമാണ് നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ കൂടെ കിടന്ന് മറിഞ്ഞിരുന്നേന്നുള്ളത്. അതിനുശേഷം രണ്ടാമത് പോയപ്പോ അതിനെ ഞങ്ങൾക്ക് വലയിൽ കിട്ടിയിരുന്നു. വലയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ എടുക്കില്ല, ഇങ്ങനത്തെ ഡോൾഫിനൊന്നും വലയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല, നേരെ വെള്ളത്തിലേക്ക് കളയണം. അങ്ങനെ എടുക്കരുതെന്നാണ് നമ്മുടെ ആ ബോട്ടിന്റെ ഓണർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഈ ഫോൾസ് കില്ലർ വെയിലിന്റെ ഒരെണ്ണത്തിനെ വലയിൽ കിട്ടിയിട്ട് അതിന്റെ പല്ലുകൾ നോക്കി കഴിഞ്ഞപ്പോ മനുഷ്യന്മാരുടെ കൊടുത്ത പല്ലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവര് പറഞ്ഞ് ഈ സാധനം നമ്മ ഇപ്പൊ ഇൻ കേസ് എങ്ങാലും വെള്ളത്തിലേക്കൊക്കെ മറിഞ്ഞു വീണ് കഴിഞ്ഞാല് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ഡോൾഫിനും ഈ വെയിൽസിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ, മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യാത്തതുണ്ട്. ഈ ഹംബാക്ക് വെയിലൊക്കെയാണ് നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും കണ്ടുവന്നത്. ഈ കൊച്ചിയിലും അതുപോലെ നമ്മുടെ പേജിനകത്ത് ഇഷ്ടം പോലെ നമ്മുടെ പേജിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുങ്ങളെന്ന് പറഞ്ഞാൽ അതുങ്ങളുടെ പാട് നോക്കി ഇതുപോലെ വന്ന് ഒരു മീൻകൂട്ടത്തിന് അങ്ങനെ പാടി തന്നെ വിഴുങ്ങി ആ ഒരു പാട്ട് നോക്കി ഇങ്ങനെ പോകും. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഫിഷിങ്ങിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ അവര് പറയണത് നമ്മുടെ ഈ സാധനം ഈ വലിയ മീനുകൾ എന്ന് പറഞ്ഞാൽ ആഴക്കടലിൽ ഉണ്ടാവണേണ്. അതായത് പടിഞ്ഞാറൻ കടലിലാണ് ഉണ്ടാവണത്. പടിഞ്ഞാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടൽ എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മീൻ കയറി വന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള മീനിനെ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മീനെ ഓടിച്ചുകൊണ്ട് വന്നെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഐതിഹ്യം പോലെ അവരിങ്ങനെ അതിനെ മീൻ ചെയ്യണം. ശരിക്കും പറഞ്ഞു മനുഷ്യന്റെ പല്ലുകളെ പോലെ പല്ലുകളുള്ള മീൻ. ഇപ്പൊ ഗവേഷകർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എഡ്വിൻ, അതായത് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, കടലിൽ മീനില്ല പണ്ടത്തതുപോലെ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 കടലിന്റെ മീനുകളുടെ അത്ര തന്നെ ഇപ്പൊ വേസ്റ്റും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ എത്രമാത്രം സത്യമുണ്ട്?
അതായത് കടല് കയറിക്കൊണ്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കടലിൽ ഇപ്പൊ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വേസ്റ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കടലിൽ നമ്മൾ ബോട്ടുകാരിൽ നിന്ന് പോണ വേസ്റ്റിനുപരി ഇപ്പൊ നമ്മുടെ ഈ ബീച്ച് സൈഡിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ കൊണ്ടുവന്നിരുന്ന വേസ്റ്റുകളാണ് ഒരുപാട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ബോട്ടിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ എല്ലാ ബോട്ടുകളിലും ഒരു ക്യാരി ബാഗ് കൊടുത്തിടുന്നുണ്ട് ഹാർബറുകളിൽ നിന്ന്. അത് നമ്മ ഉപയോഗിക്കണ ഈ പാക്കറ്റിന്റെ കവറുകളായാലും എന്ത് വേസ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങളായാലും ആ ക്യാരി ബാഗിലിട്ട് ഇവിടെ കരയെ കൊണ്ടു കൊടുക്കണമെന്നാണ് നിയമം. അപ്പൊ ആ ക്യാരി ബാഗ് ഇട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോ ആ കൊടുക്കണ ഒരു ക്യാരി ബാഗിന് 100 രൂപ വെച്ച് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഒരു സുഹൃത്താണ്, ആലുവയിലുള്ള ഒരു ഇക്കാണ് നമ്മുടെ ഒരു സുഹൃത്താണ്, പുള്ളിക്കാരനാണ് അതല്ല ആ ഒരു സംഭവം എല്ലാം നമ്മുടെ ഈ ഹാർബറിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരുപാട് പേര് കാര്യങ്ങള് നമ്മ ഇപ്പൊ കടല് മാക്സിമം എന്തോരം വേസ്റ്റ് ആക്കാതെ നോക്കാൻ പറ്റും അങ്ങനെ നമ്മ ചെയ്യുന്നുണ്ട് കടലില്. പലപ്പോഴും ഈ വലിയ മീനുകളുടെ ശരീരഭാഗങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യമാണോ അതിലൊക്കെ? അത് ഉണ്ടാവാറുണ്ട് ഇഷ്ടംപോലെ. ചില നമ്മുടെ വീട്ടിലൊക്കെ ചിലവര് മീൻ വാങ്ങാൻ നേരത്ത് ഈ മീൻ കട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് പിന്നെ ചൂണ്ടക്കൊളുത്ത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കിട്ടാറുണ്ട്. ഞങ്ങൾക്കൊരു ഒരു വലിയ പന്നിക്കോലാനെ കിട്ടിയിട്ട്, പന്നിക്കോല എന്ന് പറഞ്ഞാൽ നമ്മുടെ സോട്ട് ഫിഷ് എന്ന് പറയും, സോട്ട് ഫിഷ് കൊമ്പുള്ള മീൻ, അതിനെ കിട്ടിയിട്ട് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറ്റിയപ്പോഴേക്കും അതിന്റെ വായിലായിട്ട് ഇത്രയും വലിയൊരു കൊളുത്ത് ഇരിക്കണം അങ്ങനെ പാടി തന്നെ. കാരണം ആരോ ചൂണ്ടയിൽ പിടിച്ചിട്ട് അത് പൊട്ടിച്ചു പോയിട്ട് ആ കൊളുത്ത് അതുപോലെ തന്നെ ഇതുങ്ങൾക്ക് എടുത്തു കളയാനല്ലെങ്കിൽ ആരോട് പറയാൻ പറ്റില്ല ഇതിങ്ങനെ കൊളുത്തിരിക്കണ്ടെന്ന്. ആ മീനെ വലിച്ച് ബോട്ടിൽ കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വാവർന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വായിൽ ഇങ്ങനെ അത്രയും വലിയ കൊളുത്താണ്. അത്രയും വലിയ മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള കൊളുത്ത് വേണമല്ലോ. ഇതെന്തോ പൊട്ടിച്ചു പോയിട്ട് അത്ര നാള് അതും വെച്ചാണ് ആ മീൻ ജീവിച്ചിരുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ആമകള് ഈ വലയിലൊക്കെ കുടുങ്ങി. ഇതുപോലെ നമ്മ ഈ ചില ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലെ നീന്താൻ പറ്റാണ്ട് ഈ വലയിൽ കുടുങ്ങി, അതെല്ലാം മനുഷ്യന്മാരെന്നെ ചെയ്യണ കാര്യങ്ങളാണ്. അല്ല വലയിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കും ആമകള്. അത് ഇതുപോലെ നമുക്കൊക്കെ കിട്ടുമ്പോ ആമനൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, നേരെ കട്ട് ചെയ്ത് രക്ഷപ്പെടുത്തിയൊക്കെ വിടാറുണ്ട് നമ്മള്. പാവം തോന്നാറുണ്ടോ? പിന്നെ എന്തോരം ഇഷ്ടം പോലെ തവണ തോന്നാറുണ്ട്. വലിയ മീനുകളെയൊക്കെ പിടിക്കുമ്പോ, തെരണ്ടികളെയൊക്കെ പിടിക്കുമ്പോ, തെരണ്ടി നമ്മ വിചാരിക്കണ സൈസ് ഒന്നുമല്ല, വലിയ സൈസുള്ള തെരണ്ടിയൊക്കെ വരും. അപ്പൊ ഇതുങ്ങളെയൊക്കെ ബോട്ടിലേക്ക് പിടിച്ചിടാൻ നേരത്ത് ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോ നമ്മള് ഞെട്ടിപ്പോവും അങ്ങോട്ട്. പെട്ടെന്ന് ചാവൂല ഈ തെരണ്ടിയൊക്കെ. ബാക്കിയുള്ള മീനുകളൊക്കെ പെട്ടെന്ന് ചത്തും, കൊറേയൊക്കെ ചത്തുമായിരിക്കും വന്ന്. തെരണ്ടി പെട്ടെന്ന് ചാവൂല. അപ്പൊ തെരണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ നമ്മ ഞെട്ടിപ്പോവും. ചില സമയങ്ങളിൽ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയി വായിൽ ഒഴിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാന്റസികൾ ഉണ്ടല്ലോ. ഇപ്പൊ നക്ഷത്രയാമ, അതിന് മറ്റൊരു മാർക്കറ്റിൽ ഒരുപാട് വിലയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ തിമിംഗലത്തിന്റെ ഛർദി, വലംപിരി ശംഖ്, ഈ 3 കാര്യങ്ങളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാനിരിക്കുന്നു. വലംപിരി ശംഖ് കണ്ടിട്ടുണ്ടോ? വലംപിരി ശംഖിന്റെ പണി നമ്മള് ഈ തൂത്തുക്കുടി പോയിട്ട് നമ്മള് കാണിച്ചിട്ടുണ്ട്. തെരസ്പുരത്ത് പോയിട്ട് കടലിന്റെ അടിത്തട്ടി പോയിട്ട് ശംഖ് എടുക്കണ പരിപാടിയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ അവരെന്റെ അടുത്ത് പറഞ്ഞതാണ് വലംപിരി ശംഖ് അങ്ങനെയൊന്നും കിട്ടാറില്ല, 1-2 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറുമെന്നാണ് അവര് പറയണത്. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാല് റേറ്റ് ആണെന്ന് പറഞ്ഞു, കിലോ കണക്കിന് റേറ്റ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഗ്രാമിന് വരെ മുടുക്കത്തെ റേറ്റ് ആണ്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഈ ശംഖ് കിട്ടോ, വലംപിരി ശംഖ് കിട്ടോ, ശംഖിന് എത്ര രൂപ റേറ്റ്. അതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പൊ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ട് അവർക്ക് കരയിലെത്താനായിട്ട് പറ്റില്ലെന്നാണ് പറയണത്. പ്രകൃതി തന്നെ അതിനോട് പ്രതിരോധിച്ച് നിന്ന് ആ എടുക്കണത് എവിടെയാണോ അവിടെ തന്നെ ആ സാധനത്തിന് കൊണ്ടുപോയി വെക്കോന്നാണ് അവര് പറയുന്നത് കേട്ടോ. നമുക്കത് എത്രത്തോളം സത്യമുള്ളതെന്ന് അറിയില്ല. എന്താ പറഞ്ഞ ആളുകൾ കേട്ട അറിവുകളിൽ നിന്ന് എന്താ ശരിക്കും വലംപിരി ശംഖിന് ഇത്ര പ്രത്യേകത? ഒരുപാട് ഐശ്വര്യം കിട്ടുന്ന ഐശ്വര്യം കിട്ടുമെന്നാണ് പറയണത്. പിന്നെ അതുപോലെ ഈ എന്തോ അരിയിൽ വെച്ച് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി താന്നു പോകുന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ അവരിങ്ങനെ വലംപിരി ശംഖിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ അരിയിലൊക്കെ വെച്ച് കഴിഞ്ഞ ഈ സാധനം താന്നു എഫക്റ്റ് താഴെ താന്നു പോകും, അങ്ങനത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ തിമിംഗലത്തിന്റെ ഛർദിയെ പറ്റി എന്താ? അതും അതെ. അത് പക്ഷെ ഞാൻ പഠിച്ചോടത്തോളം അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാനും ഒരുപാട് നമ്മൾ ഒരുപാട് തവണ കടലിൽ പോകണല്ലോ. അപ്പൊ എങ്ങാലും ഒരു സമയം ഇത് കണ്ടാല ലൈഫ് സെറ്റ് ആയല്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ഇതിനെപ്പറ്റി നോക്കാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ സാധനം നമ്മുടെ ഇവിടെ കാണുന്ന തിമിംഗലങ്ങളുടെ ഛർദി അല്ല ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു എന്തോ സ്പേം വെയിൽ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ പെട്ട ഒരു വെയിലിന്റെ ഛർദിയാണ് മെയിൻ ആയിട്ട് ഇവർ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ തിമിംഗലങ്ങൾ നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ ഇന്ത്യൻ ആ ഒരു സമുദ്രത്തിലൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമ്മൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ A to Z കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരത് അറിയുന്നേക്കണ്ട വരുമല്ലോ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ
ഒരു വലം പരിസരം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി ചെമ്മീൻകലത്തിന്റെ ഛർദി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ലൈഫ് സെറ്റ് ആയില്ലേ. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷെയറിൽ. അപ്പൊ അതിലെ ശ്രാങ്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. തിമ്മീങ്കലത്തിന്റെ ഛർദി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇഡലി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ സംഭവം ഒന്നും ആയിരുന്നില്ല, വേറെന്തോടും കൊണ്ടുവന്ന്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നക്ഷത്രാമയുടെ മുട്ടയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തമാശകൾ വന്നിട്ടുണ്ട്. അതായത് നക്ഷത്ര സാധാരണ ഏതോ ഒരു പക്ഷിയുടെ ആമയെടുത്ത് പക്ഷിയുടെ ഏതൊരു പക്ഷിയുടെ മുട്ടയെടുത്ത് പെയിന്റ് അടിച്ച് നക്ഷത്ര രൂപങ്ങളൊക്കെ വരച്ച് നക്ഷത്രാമയുടെ മുട്ടയാണെന്ന് പറഞ്ഞ് വിറ്റവരുണ്ട്. സാധാരണ ആമയെ പിടിച്ച് പെയിന്റ് അടിച്ച് നക്ഷത്രാമയെ ആക്കിയവരുണ്ട്. നക്ഷത്രാമയെ ശരിക്കും വിൽക്കാൻ നോക്കി പിടിയിലായവരുണ്ട്. നക്ഷത്രാമയെ പറ്റി എന്താ അറിയാം? നക്ഷത്രാമ ആക്ച്വലി അത് കടലിലുള്ളതാണ്, എനിക്കറിയില്ല. അല്ല കൃത്യമായിട്ട് കടലിലാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. നക്ഷത്രാമ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ ലുട്ടാപ്പിയുടെ കുന്തം കൊടുക്കാനുണ്ടെന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു ഇതാണ് ശരിക്കും നക്ഷത്രാമ. പക്ഷെ ആമ എന്ന് പറയുന്ന പല ടൈപ്പ്, കടലില് പല ടൈപ്പിലുള്ള ആമകളുണ്ട്. അത് വാല്യുബിൾ ആയിട്ടുള്ള ആമകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് കറുപ്പും വെള്ളയും മാത്രമേ സാധാരണ അതല്ലാണ്ട് വേറെ ടൈപ്പ് ടെർട്ടിൽസ് ഒരുപാട് കടലിലുണ്ട് നമുക്ക്. പക്ഷെ അതിനെ കൊണ്ടുവരാനെ പിടിക്കാനുള്ള യാതൊരു അനുവാദവും നമുക്കില്ല. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ അകത്താക്കും അവര്. ടെർട്ടിൽസിനെ പിടിക്കാനേ പാടില്ല. എന്തൊക്കെയാ അങ്ങനത്തെ ആമകളുടെ പ്രത്യേകതകള്? അത് നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. അതെ അതെ അതെ. പിന്നെ നമ്മുടെ ഈ ഒഡീഷയിൽ ഒരു സ്ഥലത്ത് ഈ ഒരു ടൈം ആയി കഴിയുമ്പോ 4-5 ലക്ഷം ആമകൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു സംഗമമുണ്ട്. റെഡ്ലി ടർട്ടിൽസ് എന്നാണ് അതിനെ പറയുന്നത്. ഇങ്ങനെ വന്ന് കയറി മുട്ടിട്ട് പോണൊരു അത് നല്ല കാഴ്ചയാണ്. അങ്ങനത്തെ ആമകളാണ് നമ്മ നോർമലി എല്ലാവരും കണ്ടു കാണുന്നത്, കടലാമ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാണ്ട് ഡീപ് സീയിലേക്ക് പോകുമ്പോ വേറെ ടൈപ്പ് ആമകളുണ്ട്. ഈ കടലില് പണ്ടത്തെ അത്ര മീനില്ല, ഫിഷ് വെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ പറയുന്നു. പൊതുവെ ഫിഷർമെനും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പോലെ ഡീപ് സീയിലേക്ക് പോകുന്ന ട്രോളിംഗ് ചെയ്യുന്ന ആളുകളല്ലോ ഞാൻ പറയുന്നത്. വഞ്ചിയിൽ ഈ പുറംകടലിലേക്ക് കയറാതെ പിടിക്കുന്ന ആളുകളല്ല, അവരാണ് ഏറ്റവും അധികം പറയുന്നത് കടലിൽ പണ്ടത്തെ അത്ര മീനുകളില്ല. അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ ഡീപ് സീയിലുള്ള ഈ ട്രോളിംഗ് തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും മീൻ കുറയുന്നുണ്ടോ? അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മത്തിയൊക്കെ ഇപ്പൊ കൂടുതലായിട്ടും ഇപ്പൊ കിട്ടാറില്ല. പണ്ടൊക്കെ മത്തി എന്നൊക്കെ പറഞ്ഞാൽ ലാവിഷായിട്ട് മത്തി എന്ന് പറയുന്ന സാധനമേ കിട്ടാറില്ല. ഇപ്പൊ ഈ വള്ളക്കാരാണെങ്കിലും ബോട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഈ ഡീസലിന്റെ പൈസ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡീസലിന് 100 രൂപയാണ് ഡീസലിന്. ഇത് വെച്ചിട്ട് ഇത്രയും വലിയ ബോട്ട് കടലിലേക്ക് പോയി 10 ദിവസം കിടക്കണേന് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 4-5 ലക്ഷം രൂപ ചെലവിനുണ്ട്. എത്ര ലിറ്റർ ഡീസൽ അടിക്കും? 4000-4500 ലിറ്റർ ഡീസൽ സ്റ്റാർട്ടിങ്ങിൽ അടിച്ചിട്ടാണ് ബോട്ട് കടലിൽ. 4500 ലിറ്റർ ഡീസൽ. അതുകൂടാണ്ട് പിന്നെ നമ്മ സ്റ്റാർട്ടിങ്ങിൽ അടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ഒരു 10 ദിവസം പോയി കിടന്ന് തിരിച്ചു വരാൻ നേരത്ത് എത്ര രൂപയുടെ ഡീസൽ കത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ കത്തിയിട്ടുണ്ടാവും, അത് പിന്നെ റീഫിൽ ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ട് കടലിൽ പോണതിന് ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയോളം ചെലവുണ്ട് ഇങ്ങനെ പോയി വന്ന് പോണേന്. അങ്ങനെയാണ് മീനിന്റെ ലഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ബോട്ടുകാരുണ്ട്. ഇപ്പൊ ബോട്ടുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഭാഗത്തിനപ്പുറം 15 ഭാഗത്തിനപ്പുറമാണ് നമ്മുടെ ട്രോൾ നെറ്റ് ബോട്ടുകൾ ട്രോൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് അതിന്റെ ഉള്ളിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ കരയിലേക്ക്, അതൊക്കെ പറഞ്ഞാൽ ശരിക്കും വള്ളക്കാരുടെ ആ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് വന്ന് നമുക്ക് ട്രോൾ നെറ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല. പക്ഷെ എന്നാലും ചില ആളുകൾ രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് അനധികൃതമായ മത്സ്യബന്ധനം നടത്തി ഈ ചെറിയ ചെറിയ ഫിഷുകള് പ്രത്യുൽപാദനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ബോട്ടുകാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ നമ്മ പറയണ, ചില ആളുകളുണ്ട് അങ്ങനെ. അങ്ങനെ ചെയ്യാൻ നേരത്ത് ഇപ്പൊ കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ പണിയെടുത്ത് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചെറുവള്ളക്കാരുടെ പണിയാണ് അവിടെ തീരണത്, നശിഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല്. കാരണം അവർക്ക് ഒരു ലിമിറ്റ് വിട്ട് ഉള്ളിലേക്ക് പോയി പണിയെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ലൈലന്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല വലിച്ച് കറക്കി അടിച്ചിട്ടാണ് മീനെ പിടിക്കണത്. അപ്പൊ ഇപ്പൊ ഈ ലൈലന്റ് വെള്ളങ്ങൾക്ക് പൊതുവെ ഭയങ്കരമായിട്ട് പണി കുറവാണ്, മീൻ കിട്ടാനില്ലാത്തതിന്റെ പേരില്. കാരണം ഇതുപോലെ നൈറ്റ് ഫിഷിങ് അനധികൃതമായിട്ട് നടന്ന് ഈ താഴെ വന്ന് വലിച്ച് ഇഷ്ടംപോലെ ബോട്ട് നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ട്. അതിൽ ചില ബോട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും, ബോട്ടുകാരനെ പറഞ്ഞു കൊടുക്കും ഇപ്പൊ വേറെ ബോട്ട് വന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡിൽ നമ്മ അറിയിക്കും ഈ വയർലെസ്സിൽ വിളിച്ചിട്ട്. ഇപ്പൊ ഈ സിനിമകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഈ മത്സ്യബന്ധന തൊഴിലാളികളെയും അല്ലെങ്കിൽ അരയന്മാരെയും ഒക്കെ കാണിക്കുന്ന ഒരു വിധം ഉണ്ടല്ലോ. അതായത് കുറച്ച് നെറ്റ് ടൈപ്പ് ജുബയൊക്കെ ഇട്ട് കയ്യിലൊരു സ്വർണ്ണ വാച്ചൊക്കെ കെട്ടി ഒരു സിൽക്ക് മുണ്ടൊക്കെ ഇട്ട് നിങ്ങൾ എങ്ങാട് പോണേണ് ആ ഒരു നീട്ടിക്കുറുക്കലോടുകൂടി സംസാരിച്ചിട്ടൊക്കെ. അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? അത് കാണുമ്പോൾ ഒരു കളിയാക്കൽ പോലെ അനുഭവപ്പെടാറില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഏരിയന്റെ, അത് ഓരോ ഏരിയ ബേസ് ചെയ്താണ്. ശരിക്കും ആലപ്പുഴ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോ
അവരുടെ ഒരു സംസാര രീതി, നീ ഇങ്ങോട്ട് വാടാന്ന്, അങ്ങനെ ഒരു രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. പങ്കായം പിടിക്കണ കൈയാണ് അങ്ങനെ സംസാരിക്കണ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആലപ്പുഴ ആ ഒരു സൈഡിലേക്ക് ഇപ്പോഴും ആളുകളുണ്ട്. സത്യത്തില് നമ്മുടെ ബോട്ടിനകത്ത് കുറച്ച് പേരുണ്ട് ആലപ്പുഴക്കാര്, ഞാൻ പോണ ബോട്ടിനകത്ത്. അവരുടെ ആ ഒരു ടോൺ ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കാരണം എപ്പോഴും അവര് കടലുമായി തീരദേശത്ത് താമസിച്ച് വള്ളത്തിൽ പോയി അങ്ങനെ പണ്ടോട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ആ ഒരു ടൂൺ എപ്പോഴും ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. അത് ഒരിക്കലും കളിയാക്കി പറയണ എല്ലാവരും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.